ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഡേറ്റ് വന്ന് എല്ലാവരും പാനിക്കായി നിൽക്കുന്ന സാഹചര്യത്തിൽ സംശയങ്ങൾ പരിഹരിക്കാനും കൺഫ്യൂഷൻ അകറ്റാനുമായി ഒരു ലൈവ് സെഷൻ വെച്ചപ്പോ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാവർക്കും മെയ് മാസത്തിലായിരിക്കില്ല ഡിഗ്രി ലെവൽ പ്രിലിംസ് എന്ന്. അന്നേരം പലരും എനിക്കെതിരെ ഹേറ്റ് കമന്റ്സുമായി വന്നു. മെയ് മാസത്തിൽ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ സ്കൂളുകളൊക്കെ അടച്ചിട്ടിരിക്കുകയായിരിക്കും, അതുകൊണ്ട് മെയ് മാസത്തിൽ തന്നെ നടത്തും എന്നവർ പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞതിൽ ഞാൻ ഉറച്ചു നിന്നു. കാരണം ഇതിനു മുൻപും ഡിഗ്രി ലെവൽ പ്രിലിംസ് നടത്തിയിട്ടുണ്ട്. ഇതേ വെക്കേഷൻ കാലയളവിലൊക്കെ തന്നെയായിട്ട്, അതും പല സ്റ്റേജുകളിലായിട്ടാണ് നടത്തിയിട്ടുള്ളത്. ഉദ്യോഗാർത്ഥികളുടേതായിട്ടുള്ള സൗകര്യത്തിനും കൂടെ വേണ്ടിയിട്ടാണ് PSC ഇപ്രകാരം പല സ്റ്റേജുകളിലായിട്ട് പരീക്ഷ നടത്തുന്നത്. ഇപ്പൊ PSCയുടെ തന്നെ കൺഫർമേഷൻ വന്നിരിക്കുകയാണ്. കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് ഡയറക്ടർ അറ്റ് നാഷണൽ സേവിങ്സ്, സബ് ഇൻസ്പെക്ടർ, സിവിൽ എക്സൈസ് ഇൻസ്പെക്ടർ, ജയിലർ, SBCID, കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ അസിസ്റ്റന്റ് എന്നിങ്ങനെ പലവിധ പോസ്റ്റുകളിലേക്ക് അവസരമൊരുക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് 3 സ്റ്റേജുകളായിട്ടായിരിക്കും നടക്കുക. ആദ്യത്തെ സ്റ്റേജ് മെയ് 2-ാം തീയതി ആയിരിക്കും നടക്കുക. രണ്ടാമത്തെ സ്റ്റേജ് മെയ് 16-നും, മൂന്നാമത്തെ സ്റ്റേജ് ജൂണിലുമായിരിക്കും നടക്കുക. ഇപ്പൊ കുറച്ചു പേർക്കെങ്കിലും ടെൻഷൻ ഉണ്ടാവും, ഞാൻ ആദ്യമേ കൺഫർമേഷൻ കൊടുത്തു, അതുകൊണ്ട് എനിക്ക് ആദ്യ സ്റ്റേജിൽ വരുമോ, ഞാൻ അവസാനമാണ് കൺഫർമേഷൻ കൊടുത്തത്, അതുകൊണ്ട് ഞാൻ ലാസ്റ്റ് സ്റ്റേജ് ആയി പോകുമോ എന്നൊക്കെ. അങ്ങനെ ഒന്നും തന്നെ ഇല്ല. നിങ്ങളുടെ കൺഫർമേഷൻ ഇപ്പൊ PSCക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ കൺഫർമേഷന് പുറത്താണ് 3 സ്റ്റേജുകളായി നടത്തും എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇതിനായിട്ട് എക്സാം ഹോളുകളൊക്കെ അലോക്കേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് ഓരോ സ്റ്റേജുകളായിട്ട് നിങ്ങളെ അലോക്കേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ആദ്യമേ കൺഫർമേഷൻ കൊടുത്തു എന്നുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ആദ്യ സ്റ്റേജ് കിട്ടും എന്നുള്ള കൺഫ്യൂഷൻ ഒന്നും തന്നെ വേണ്ട. നിങ്ങൾക്ക് എന്ന് മനസ്സിലാകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഹാൾ ടിക്കറ്റ് വരുന്ന ദിവസം, അതായത് 18/4/2026 ഏപ്രിൽ 18-നാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റേജ് ഏതാണ് എന്നുള്ളതിനെ കുറിച്ച് ഒരു ചെറിയ രീതിയിലെങ്കിലും ഒരു കൺഫർമേഷൻ ലഭിക്കുകയുള്ളൂ. നിങ്ങൾക്ക് 18-ാം തീയതി നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റേജ് അല്ല, 2-മത്തെയോ 3-മത്തെയോ സ്റ്റേജ് ആകാം. ഇനി നിങ്ങൾക്ക് 2-മത്തെ സ്റ്റേജ് ആണെങ്കിൽ ഹാൾ ടിക്കറ്റ് വരാൻ പോകുന്നത് 2-ാം തീയതിയാണ്, മെയ് 2-ാം തീയതി. അതായത് ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സ്റ്റേജ് 1 പരീക്ഷയുടെ അന്നാണ് നമുക്ക് സെക്കൻഡ് സ്റ്റേജിൻ്റെതായിട്ടുള്ള ആ ഒരു ഹാൾ ടിക്കറ്റ് വരാൻ പോകുന്നത്. അപ്പൊ അന്നേരം നിങ്ങൾക്കറിയാം നിങ്ങൾ സെക്കൻഡ് സ്റ്റേജിൽ പരീക്ഷ എഴുതേണ്ടവരാണോ അതോ തേർഡ് സ്റ്റേജിലാണോ എന്ന്. അപ്പൊ ഇങ്ങനെ മാത്രമാണ് നിങ്ങൾക്ക് ഏത് സ്റ്റേജിലായിരിക്കും പരീക്ഷ എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. പിന്നെ കുറച്ചു പേര് എന്നോട് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, പ്രഗ്നൻസി പീരീഡിലാണ്, മെയ് മാസത്തിലാണ് ഡെലിവറി വരുന്നത്, അപ്പൊ തേർഡ് സ്റ്റേജിൽ പരീക്ഷ എഴുതാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സംശയമുള്ളവർക്കായിട്ട് പറയുകയാണ്, നിങ്ങൾ PSC ഓഫീസിലേക്ക് നേരിട്ട് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുത്ത് നിങ്ങൾക്ക് തേർഡ് സ്റ്റേജിൽ പരീക്ഷ എഴുതാനായിട്ട് കഴിയും. ഇത്തരം കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് തന്നെയാണ് പല സ്റ്റേജുകളിലായിട്ട് PSC പരീക്ഷ വെക്കുന്നത്. ഇനി എന്തൊക്കെ പറഞ്ഞാലും ആദ്യ 2 സ്റ്റേജുകളുടെ പരീക്ഷ മെയ് മാസത്തിൽ തന്നെയാണ് നടക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് വരുമ്പോൾ മാത്രമേ നിങ്ങൾ ആദ്യ സ്റ്റേജിലുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. അത്തരം ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഹാൾ ടിക്കറ്റ് വരുന്നതിന് മുൻപ് ഏറ്റവും മികച്ച രീതിയിൽ പഠിച്ച് നിങ്ങൾ ഡിഗ്രി ലെവൽ പ്രിലിംസ് ജയിക്കുമെന്ന് ഇനി ഉറപ്പാക്കണമെങ്കിൽ AI-ക്ക് മാത്രമേ നിങ്ങളെ സഹായിക്കാനായിട്ട് കഴിയുള്ളൂ. AI-യുടെ സഹായത്തോടെ 10 ഇരട്ടി വേഗത്തിൽ നിങ്ങൾക്ക് ഓരോ ടോപ്പിക്കുകളും പഠിക്കാൻ പറ്റുന്ന രീതിയിൽ PSC ചോദിച്ചിട്ടുള്ള PSCയുടേതായിട്ടുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ഏരിയകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള 50 ഹോട്ട് ടോപ്പിക്കുകൾ 30 ദിവസത്തിനുള്ളിൽ നിങ്ങളെ കവർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കോഴ്സ് നമ്മളുടെ പ്രെപ് ടുഗദർ ആപ്പിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ മെന്റർ ഡ്രിവൺ AI ലേണിംഗ് ആപ്പ് ആയിട്ടുള്ള പ്രെപ് ടുഗദറിൽ പഠിച്ചുകൊണ്ട് മുൻപ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാമിൽ 13-ാം റാങ്കും 27-ാം റാങ്കും നേടിയവരെ പോലെ നിങ്ങൾക്കും ഡിഗ്രി ലെവൽ പ്രിലിംസ് ഉറപ്പിക്കാനായിട്ട് കഴിയും. ആ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്പിൽ നിന്ന് ആ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. റംസാൻ പ്രമാണിച്ച് നിങ്ങൾക്ക് 10% ഓഫും ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഇത്രയും മികച്ച അവസരങ്ങൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ PSC UPSC പാറ്റേണിലുള്ള ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് എക്സാം റെഡി ആവേണ്ടതും വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. അതിനായി 4000-ലധികം ചോദ്യങ്ങൾ, 50 ഹോട്ട് ടോപ്പിക് ടെസ്റ്റുകൾ, 5 ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റുകൾ, 20 സബ്ജക്ട് വൈസ് മോക്ക് ടെസ്റ്റുകളുമായിട്ട് ഏറ്റവും മികച്ച ഒരു മോക്ക് ടെസ്റ്റ് സീരീസും പ്രെപ് ടുഗദർ ആപ്പിൽ നിങ്ങൾക്കായി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഞായറാഴ്ച ആരംഭിക്കുന്ന ഡിഗ്രി ലെവൽ പ്രിലിംസ് പ്രീമിയർ ലീഗ് എന്ന ആ മോക്ക് ടെസ്റ്റ് സീരീസിൽ നിങ്ങൾ ഇപ്പോൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വെറും 300 രൂപയ്ക്ക് ആ മികച്ച ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് മറ്റെവിടെയും നിങ്ങൾക്ക് അന്വേഷിക്കാം,
ഇതിലും മികച്ച ടെസ്റ്റ് സീരീസ് നിങ്ങൾക്ക് എവിടെയും ലഭിക്കുന്നതല്ല. അപ്പൊ പരീക്ഷയുടെ ഡേറ്റ് വന്ന സ്ഥിതിക്ക് ആഞ്ഞങ്ങ് പഠിച്ചോ. നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ട് മോട്ടിവേറ്റഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മുടെ ടെലിഗ്രാം കമ്മ്യൂണിറ്റി ഫോളോ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് പ്രോപ്പർ ആയ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ട ചോദ്യങ്ങൾ അവിടെയുണ്ട്. പ്രോപ്പർ മോട്ടിവേഷൻ ഉണ്ട്. നിങ്ങൾ റാങ്ക് നേടുമെന്നുള്ള ഉറപ്പും നിങ്ങൾക്ക് ആ ടെലിഗ്രാം കമ്മ്യൂണിറ്റി നൽകുന്നതാണ്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. ബൈ.